നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. നവരാത്രി മഹോത്സവത്തിന് നാളെ തുടക്കം. ഒക്ടോബർ 4 വെള്ളിയാഴ്ച മുതൽ 13 ഞായർ വരെയാണ് നവരാത്രി മഹോത്സവം. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് IPS. സംഗീതോത്സവത്തിൻ്റെ ഭാഗങ്ങളായി വിവിധ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. വിജയാഷ്ടമി ദിവസം കുട്ടികളുടെ നാവിൽ അക്ഷരം എഴുതണം. അത് ഏത് ഗുരുവിനെ കൊണ്ട് എങ്ങനെ വേണം എന്ന് ആചാര്യൻ പറയുന്നതും ശ്രദ്ധിക്കുക. ായിട്ടുള്ള ഒരു ഗുരുവിനെ കൊണ്ടായിരിക്കണം വിദ്യാരംഭത്തിന് കുട്ടികൾക്ക് നാവിന്മേൽ എഴുതിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും പത്ര ഓഫീസിലോ അവിടെയൊക്കെ പോയിട്ട് നിവാസികളായിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്ന് നാവിന്മേൽ കുറിച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാഷയും അതുപോലെ തന്നെ ഇരിക്കും. തീർച്ചയായിട്ടും ശാസ്ത്രീയനായിരിക്കണം. അതുപോലെ ഈശ്വര ചിന്ത ഉള്ള ആളായിരിക്കണം. തന്നെയുമല്ല, നമുക്ക് നമ്മുടെ ഒരു കുട്ടി വളർന്ന് വലുതായി ആ കുട്ടിക്ക് ഒരു വിജയമുണ്ടായി, പരീക്ഷയിൽ ഒരു റാങ്ക് കിട്ടി, ആദ്യം തന്നെ ഗുരുവിന് പോയി നമസ്കാരം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ദക്ഷിണ കൊടുക്കണം, അല്ലേ? അപ്പോൾ പരസ്പരം അറിയാവുന്ന ഒരു ഗുരുവിനാണെങ്കിൽ നമുക്ക് ദക്ഷിണ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലേ? കുട്ടിക്കൊരു ജോലി കിട്ടി, എന്ത് ചെയ്യണം? ഗുരുവിന് ദക്ഷിണ കൊടുക്കണം. അപ്പോൾ പരസ്പരം അറിയണം. അതുപോലെ കുട്ടിയുടെ വിവാഹമായി ഒരു ദക്ഷിണ കൊടുക്കണം, അല്ലേ? അപ്പോൾ പരസ്പരം അറിയണം. അങ്ങനെ അതുകൊണ്ടാണ് സാത്വികരും പരസ്പര പരിചയവുമുള്ള സദ്ഗുരുക്കന്മാരെ കൊണ്ട് യഥാസമയത്ത് 3.5 വയസ്സിന് മുൻപായിട്ട് ശുഭമുഹൂർത്തത്തിൽ വിദ്യാരംഭം കുറിക്കണം എന്ന് ജാതകത്തിൽ എഴുതിയിരിക്കും. ബോധമുള്ളവരങ്ങനെ എഴുതി, ബോധമുള്ള ജ്യോത്സ്യന്മാരാണെങ്കിൽ, കമ്പ്യൂട്ടറിൽ എഴുതിയിട്ട് പകർത്തുന്നവരാണെങ്കിൽ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ആർക്കുണ്ട്? ഗുരുവിന് പ്രാധാന്യമുണ്ട്. ആ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ മനുഷ്യർക്ക് പൂർണ്ണമായിട്ടുള്ള ശാന്തിയെ ഉണ്ടാവൂ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടാവൂ എന്നാണ് സ്മൃതികളൊക്കെ പറയുന്നത്. അതോടനുബന്ധിച്ച് തന്നെ ബോധ്യപ്പെടാൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളും, അതുപോലെ നമ്മുടെ അറിവിലേക്കുള്ള ആളുകളൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പറയാം. ഇവിടെ നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണതയുണ്ട്. ഏതെങ്കിലും ക്ഷേത്രത്തിലെ കുട്ടികളെ എഴുതിയിട്ടുണ്ടാവും, അവിടെ പോയി ചോദിക്കും, ടോക്കൺ എടുക്കും, ആരെങ്കിലുമൊക്കെ എഴുതിക്കും. ആരാ ഗുരുക്കന്മാരും പോലും അറിയാൻ വേണ്ടിയിട്ട് നിശ്ചയില്ല. മനുഷ്യക്കാട് പോലുള്ള സ്ഥലങ്ങളൊന്നും പോകരുതെന്ന് പറയണില്ല. പക്ഷേ കഴിയുന്നതും ആളുകൾ അറിയണം ആ ഗുരു ഏതാണ്. ഇപ്പൊ ഞാൻ നാവിൽ എഴുതിച്ചൊരു കുട്ടിയാണെങ്കിൽ എനിക്ക് മനസ്സിലുണ്ട്, ആ കുട്ടിയെ കാണുന്ന സമയത്ത് ഭഗവാനെ അനുഗ്രഹം ഉണ്ടാവണം. നമ്മുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ പറയാം, മോശമായി പോകരുത്. അപ്പോൾ ആ കുട്ടിയെ കാണുമ്പോഴേ വളർന്നു വലുതായി നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഏത് വ്യക്തിയാണോ നാവിന്മേൽ, കുട്ടിയുടെ നാവിന്മേൽ എഴുതിക്കുന്നത്, അവരുടെ ആ അനുഗ്രഹ ആശസ്സുകൾ കൂടി ആ വാഗ്രൂപത്തിൽ, സരസ്വതി രൂപത്തിൽ വാഗ്രൂപേണ അനുഗ്രഹമായിട്ട് ആ കുട്ടിയിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെയുള്ള ആളായിരിക്കണം. അതുകൊണ്ടാണ് സദ്ഗുരുക്കന്മാരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറയാൻ കാരണം